എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും ഒരു ചോദ്യങ്ങൾ ചോദിച്ച് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാറുണ്ട് നമ്മളെല്ലാവരും അല്ലേ. അതിലൊരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കോഴിയാണോ ആദ്യം വന്നത്, കോഴി മുട്ടയാണോ ആദ്യം വന്നത്? അതിന് ഉത്തരം അവിടെ ഇരിക്കട്ടെ. ജോലിക്ക് നമ്മളെ അപേക്ഷിക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂവിന് പോകുന്ന യുവാക്കൾ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ജോലി കിട്ടാതെ എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടുന്നു? മനസ്സിലല്ലേ? ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഓരോരോ സാഹചര്യങ്ങൾ എപ്പോഴും കടന്നു പോകാറുണ്ട്. അപ്പോൾ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഇതിൽ യുവാക്കൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ബിസിനസ് ഐഡിയകളെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിലനിൽക്കുക എന്ന് വെച്ചാൽ അതിലേറെ ബുദ്ധിമുട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഒരുപാട് ഹേർഡിൽസ് ഉണ്ടാവും നിത്യജീവിതത്തിൽ, ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ, ഇഫ് യു കീപ്പ് യുവർ എയിം, നമ്മളെപ്പോഴും ഷാർപ്പായിരിക്കണം. നമ്മുടെ ലക്ഷ്യം അത് വളരെ ഷാർപ്പാണെങ്കിൽ, നമ്മുടെ എയിം നല്ല ഷാർപ്പാണ്, നമുക്ക് ഇന്നത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഐഡിയകൾ, ബിസിനസ് ഡെവലപ്മെൻറ്റൊക്കെ തനിയെ അത് വന്നോളും. ആദ്യം ലക്ഷ്യം കറക്റ്റായിട്ട് വയ്ക്കുക. ഓക്കെ, അതിനൊരു ഇതും വരാൻ പാടില്ല. അപ്പോൾ ഈ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ബിസിനസ് ഐഡിയകൾ ശ്രദ്ധാപൂർവം കേൾക്കുക. എല്ലാ യുവാക്കൾക്കും പ്രചോദനമായിരിക്കും. ഈ ബിസിനസ് ഐഡിയകളിൽ അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ, പിന്നെ അതിനെങ്ങനെയാണ് ജനങ്ങളിലെത്തിക്കുക, പിന്നെ ഇന്നത്തെ സാഹചര്യം പല ഒരു 50 വർഷം മുമ്പുള്ള ബിസിനസ് അല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ മിക്കവും ഓൺലൈൻ ബിസിനസ്സൊക്കെ വന്നതിന് ശേഷം ഒരുപാട് കടകളൊക്കെ ഷോറൂമുകളൊക്കെ പൂട്ടിപ്പോകുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇനിയുള്ള വരാൻ പോകുന്ന കാലങ്ങളെ മുൻനിർത്തി വേണം നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണത്തിന് 84 വർഷം മുമ്പാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ചെയിൻ ആയിട്ടുള്ള മാക്ഡൊണാൾഡ്സ് തുടങ്ങിയത്. അത് 84 വർഷം മുമ്പ്. അവരുടെ പ്രൊഡക്റ്റ് എന്താ? വെരി സിമ്പിൾ. ഒരു ബർഗറും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കുറച്ച് കൂൾ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ചായ, കാപ്പി. അതിനൊപ്പം തന്നെ അവർ USP, യൂണിവേഴ്സൽ സെല്ലിംഗ് പോയിന്റ്, USP വളരെ ശ്രദ്ധിക്കണേ. ബിസിനസ് തുടങ്ങുന്നവരെല്ലാവരും USP അറിയുന്നുണ്ട്. മാർക്കറ്റിംഗ് MBA ചെയ്തവർക്കൊക്കെ അറിയാം. പക്ഷേ നമ്മളൊരു സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രചോദനങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല. വേറിട്ട ബിസിനസ് ആയിരിക്കണം, അതിന് നല്ല ഇതുണ്ടായിരിക്കണം. അപ്പോൾ മാക്ഡൊണാൾഡ്സിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ, മാക്ഡൊണാൾഡ്സിൻ്റെ ഏത് ഔട്ട്ലെറ്റ് പോയാലും ഇപ്പോൾ അവർക്ക് ലോകം മുഴുവൻ ഉണ്ടല്ലോ, 41,800 മേലെ ഔട്ട്ലെറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ചെയിൻ എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ബ്രാഞ്ചുകളുള്ള സ്റ്റേറ്റ് ബാങ്കിനാണ്. അതിന് തന്നെ 10,000-ൻ്റെ അടുത്ത് ബ്രാഞ്ചുകൾ, 10,000-ന് മേലെ 12,000-ൻ്റെ അടുത്ത് അങ്ങോട്ടോ ബ്രാഞ്ചുകളുള്ളൂ. വേറെ ഈ മാക്ഡൊണാൾഡ്സ് പറയുന്ന വമ്പൻ 41,800-ന് മേലെ ബ്രാഞ്ചുകൾ 84 വർഷമായി അവർ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് എന്തായിക്കൂടാ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ചെക്കൗട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഈ പ്രചോദനം നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങളുടെ ബാക്കിയുള്ള അയൽപക്കക്കാർക്ക് എല്ലാവർക്കും ദയവായി ഷെയർ ചെയ്യുക. താങ്ക് യു. പലതരത്തിലുള്ള പൂച്ചട്ടികൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അതിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രെയിൻ ഹോള്, അല്ലെ, വെള്ളം ഒഴുകി പോകാനുള്ള ഹോളുകൾ ഉള്ള പൂച്ചട്ടികൾ കിട്ടുന്നുണ്ട്. പ്ലാസ്റ്റിക് തന്നെയുണ്ട്. പിന്നെ ഇതും പ്ലാസ്റ്റിക് തന്നെ. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഇവിടുത്തെ ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഇതിനൊപ്പം തന്നെ ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു പൂച്ചട്ടിയാണ്. ഇത് ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നിട്ട് എനിക്ക് കൃഷിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. എനിക്ക് എപ്പോഴും പൂച്ചെടികൾ വളർത്താനൊക്കെ വളരെ താല്പര്യമുള്ള ഇതിലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ചെടികൾ, ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് പല സ്ഥലത്തും യാത്ര ചെയ്ത് സ്ഥിരതാമസം പല സംസ്ഥാനങ്ങളിലും പല രാജ്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഒരു ഏകദേശ രൂപം നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എനിക്ക് ഏറ്റവും ഒരു ആധുനിക തരത്തിലുള്ള ഒരു പൂച്ചട്ടിയായി തോന്നി. ഇതിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഴയകാലത്തെ ഇതില്ലേ, മണ്ണെണ്ണ വിളക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഴുകുതിരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു തിരി ഉണ്ടാവുമല്ലോ. ആ തിരി ഉപയോഗിച്ചിട്ടല്ലേ അതിലത്തെ താഴത്തെ മണ്ണെണ്ണ അല്ലെങ്കിൽ മറ്റു ഫ്യൂൽ അല്ലെങ്കിൽ മെഴുകുതിരിയുടെ എന്തെന്നായാലും ശരി, അതേപോലത്തെ ഒരു തിരിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെക്കാനിസം. മനസ്സിലായില്ലേ? ഇതിൻ്റെ താഴെ
നിറയെ സുഷിരങ്ങളുണ്ട്. സുഷിരങ്ങളുടെ രണ്ട് പർപ്പസ് ഉണ്ട്. ഒന്ന് ഇതിലത്തെ എക്സ്ട്രാ വെള്ളം ഒഴുകി താഴെ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രേയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ട്രേ തന്നെ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഈ ട്രെയിൻ്റെ മറ്റുള്ള ഇത് സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ട്രേ ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലൊക്കെ പൂച്ചട്ടികൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ എക്സസ് വെള്ളം തങ്ങി നിൽക്കാൻ വേണ്ടി, അത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെടിക്ക് എത്ര വെള്ളം വേണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ താഴെ എക്സ്ട്രാ വെള്ളം എല്ലാം പടർന്ന് ഇതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലം വൃത്തികേടാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രേ വയ്ക്കുന്നത് സ്വാഭാവികമാണ്. ഓക്കെ, പലതരത്തിലുള്ള ട്രേ ഉണ്ട്, മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ 2-3 വെറൈറ്റി ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഇതാണ്, കുറച്ച് ഇത് വളരെ ലൈറ്റ് പക്ഷേ ഡ്യൂറബിളാണ്, പ്ലാസ്റ്റിക് ഉള്ളതാണ്. ഇതാണ് ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത്. ഓക്കെ, ഇത് നല്ല സ്ട്രെങ്ത് ഉണ്ട്. നല്ല സ്ട്രെങ്ത് ഉള്ളത് വേറെ ട്രേ വരുന്നുണ്ട്. പിന്നെ അതിനേക്കാളും നല്ലത് ഒരു അടിപൊളി സംഭവമായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലത്തെ ട്രേ ആണ്. ഇത് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കിങ്ങനെ ഇതിലോട്ട് സൈഡിലോട്ട് ഈ സംഭവത്തിന് ഇങ്ങനെ ഇറക്കി വെക്കാൻ പറ്റും. ഇതിന് ഇറക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പൂച്ചട്ടിയില്ലേ, ഇത് കുറച്ച് അഡ്വാൻസ്ഡ് പൂച്ചട്ടിയാണ്. ഇതിൽ ഈ വിക്കുണ്ടല്ലോ, വിൽക്കുന്നതിൽ തിരി ഉണ്ടല്ലോ, തിരിന് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞത് ഇത് ഫിറ്റ് ആയിരുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇത് തിരി ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് പൂച്ചട്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കടകളിൽ, ഹോൾസെയിൽ കടകളിൽ അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ പറ്റും പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇത്തിരി വിലപിടിപ്പുള്ള സാധനമാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവാക്കൾ പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പൂച്ചട്ടികളുണ്ട്, പൂച്ചെടികൾ വളർത്താറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ഇതിൽ വളർത്താം. തക്കാളി വളർത്താം, അല്ലെങ്കിൽ പച്ചമുളക് വളർത്താം, അല്ലെങ്കിൽ കറിവേപ്പില വളർത്താം. സ്ഥലപരിമിതിയുള്ള സ്ഥലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ വീടുള്ള അതിടായിക്കോട്ടെ, ചെമ്പരത്തി അല്ലെങ്കിൽ തെച്ചി, റോസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പൂച്ചെടികളായിക്കോട്ടെ, അല്ലെങ്കിൽ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഫ്രഷ് വെജിറ്റബിൾസൊക്കെ നമുക്ക് വളർത്താവുന്നതാണ്. അപ്പോൾ അതിന് നല്ല മണ്ണ് കിട്ടിയില്ലെങ്കിൽ, മണ്ണ് നന്നായിരിക്കണം, മണ്ണിനൊപ്പം തന്നെ ഫലപുഷ്ടിയുള്ള മണ്ണായിരിക്കണം. ഓക്കെ, ഫെർട്ടൈൽ സോയിൽ എന്ന് പറയില്ല. അപ്പോൾ അത് അല്ലെങ്കിൽ ഇതിന് ഈ പോട്ടി മിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞുതരാം. ഏറ്റവും ഈ പൂച്ചട്ടിയിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മിശ്രിതം ഉണ്ടല്ലോ, പോട്ടി മിക്സ് എന്നാണ് പറയുക ഇവിടെ. പക്ഷേ നാട്ടിൽ വെറും മണ്ണിൽ നിറയ്ക്കാറുള്ളൂ. ആ വെറും മണ്ണിൽ നിറച്ചിട്ട് നമ്മൾ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വളരണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം അതിൻ്റെ ചെടികൾക്ക് വേണ്ട പോഷകാംശങ്ങളുടെ കുറവാണ്. ഇപ്പം ഞാൻ ഈ ചെടികൾക്ക് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഈ ചെടികൾക്ക് ഉണ്ടാവും, പാം ട്രീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പലതരം മുല്ല വെച്ചിട്ടുണ്ട്, എന്നുവെച്ചാൽ ഫേൺ ഉണ്ട്, നമ്മളെ മഴക്കാലത്തൊക്കെ കാണുന്ന വളർന്ന് ഇങ്ങനത്തെ ചെടികൾക്ക് ഉണ്ടല്ലോ. ഇതൊക്കെ ചെടികൾക്ക് ഞാൻ എക്സ്പെരിമെൻറ്റ് ഇതിന് വേണ്ടി വാങ്ങിച്ചാണ്. അതുപോലെ തന്നെ ഈ പോട്ടി മിക്സ് ഒരു പരീക്ഷണാർത്ഥം വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് അറിയാം, നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഇവിടുത്തെ പ്രൊഡക്റ്റുകളെല്ലാം നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ഈ പോട്ടി മിക്സ് ഉണ്ടല്ലോ, ഈ പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത് നല്ലൊരു വലിയ വ്യവസായത്തിനുള്ള സാഹചര്യം ഈ പോട്ടി മിക്സിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നാട്ടിലില്ല അത്. എൻ്റെ അറിവിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഈ പോട്ടി മിക്സ് കിട്ടുന്നില്ല. ചാക്കിൽ നിറച്ചിട്ട്, അതായത് പോളിത്തീൻ ബാഗിൽ നിറച്ചിട്ട് അത് പാക്ക് ചെയ്തിട്ട് അത് കൊടുക്കുന്നതാണ്. ഈ പോട്ടി മിക്സ് എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഉള്ളത് ഞാൻ പറഞ്ഞത്. ഇതിൽ തന്നെ നമുക്ക് എഴുതി നിൽക്കും പ്ലസ് ഫെർട്ടിലൈസർ. ഓക്കെ, ഇത് എത്ര എഴുതിയിട്ടുണ്ട്. പിന്നെ ഫീഡ് അപ് ടു 9 months എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഐഡിയൽ ഫോർ ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ് ആൻഡ് ഹെർബ്സ്. അതായത് ചെടികൾ, തുളസി വളർത്താം, അല്ലെങ്കിൽ ചെറിയ കുറ്റിച്ചെടികളൊക്കെ ഉണ്ടല്ലോ, അത് ആ വെറൈറ്റിയുള്ള ചെടികൾക്ക്, പച്ചക്കറികൾക്ക്, അതുപോലെ പുഷ്പങ്ങൾ തരുന്ന പൂച്ചെടികൾക്ക്, ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ളതാണ്. 9 മാസത്തിന് നമ്മൾ ഒരു മെയിൻ്റനൻസും ആവശ്യമില്ല, വെറും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മനസ്സിലല്ലേ? 9 മാസത്തിന് ഇതിനുള്ള സൗകര്യങ്ങൾ കിട്ടും. ഇപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇതിൽ തന്നെ ഉണ്ടല്ലോ, ഇത് മണ്ണ് വളരെ കുറവുള്ളൂ. ഇതിൽ മണ്ണുണ്ടെന്ന് സംശയം തന്നെയാണ്. ഇതെന്താണെന്നറിയോ? ഒന്നുമില്ല. ഇത് വലിയൊരു ഇൻഡസ്ട്രിയുടെ വലിയൊരു വ്യവസായത്തിനുള്ള സാഹചര്യമുണ്ട് ഈ നമ്മുടെ നാട്ടിൽ തുടങ്ങുകയാണെന്നില്ല. ഒരിക്കലും നമുക്ക് ദോഷം വരില്ല. ഇതിൽ അത്യാവശ്യം വേണ്ട കെമിക്കൽസ് അവർ ചേർത്തിട്ടുണ്ട്. ഫെർട്ടിലൈസർ എന്ന് പറയുന്നില്ലേ, നമുക്ക് ഇതിൽ NPK മിശ്രിതം എന്ന് പറയില്ലേ, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം, യൂറിയ, അങ്ങനെ ആ ടൈപ്പിലുള്ള അത് കറക്റ്റായിട്ട് അതിൻ്റെ അളവിൽ ഒരു ചെടിക്ക്, ഒരു പൂച്ചട്ടിക്ക് ഇത്രയും മിക്സിന് വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ അതിൽ ഓൾറെഡി മിക്സ്ഡാണ്. 9 മാസം നമ്മൾ ഒന്നും ചെയ്യേണ്ടതാണ്. 9 മാസം തന്നെ 1 വർഷം വരെ സുഖമായിട്ട് നമുക്ക്
ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ചെടി ഇത് മിശ്രിതം ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ മരങ്ങൾ അല്ലെങ്കിൽ കൊമ്പുകളൊക്കെ വെട്ടുന്ന സമയത്തുണ്ടല്ലോ, ഈ ചെടികളുടെ ഈ മരങ്ങളൊക്കെ കൊമ്പ് വെട്ടുന്നത് സ്വാഭാവികമല്ലേ. നമ്മൾ ആവശ്യമില്ലാത്ത മരങ്ങൾ മുറിച്ച് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് വിടും. പിന്നെ ആ കൊമ്പുകൾ അല്ലെങ്കിൽ ഇലകളൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റാക്കിയിട്ട് കളയില്ല, അതൊരിക്കലും വേസ്റ്റാക്കി കളയില്ല. അതിന് വേറൊരു മെഷീൻ വരുന്നുണ്ട്, ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം, വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ആ മെഷീൻ വെച്ചിട്ടുണ്ടല്ലോ ഈ മരക്കൊമ്പുകൾ അല്ലെങ്കിൽ ഇലകളിലേക്ക് ഉണ്ടല്ലോ ഇതുപോലത്തെ പൊടികളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ചെറിയൊരു മെഷീൻ ഉണ്ട്. ചെറിയൊരു മെഷീൻ തന്നെ ഒരു ഏകദേശം ഒരു ചെറിയൊരു മീഡിയം സൈസ് ജനറേറ്ററിൻ്റെ വലുപ്പത്തിലുള്ള ഒരു അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ റോഡ് പണിക്കൊക്കെ വരുന്ന സമയത്ത് കോൺക്രീറ്റൊക്കെ മിക്സ് അല്ലെങ്കിൽ വീട് പണി വരുന്ന സമയത്ത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന ആ മിക്സറല്ലേ, ഏതാണ്ട് അതിൻ്റെ വലുപ്പത്തിലുള്ള ഒരു മെഷീനാണ് അത്. മറ്റേ ഡീസലിൽ പ്രവർത്തിക്കും. ഓക്കെ, അത് വെച്ചിട്ട് ഈ മരത്തിൻ്റെ കൊമ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഉണ്ടല്ലോ ഇതുപോലത്തെ പൊടികളാക്കി മാറ്റും. ഇതിന് മുൾച്ചിങ് എന്നാണ് പറയുക. ഈ മുൾച്ചിങ്ങിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ചെടികൾക്കും മരങ്ങൾക്കൊക്കെ വളരെ അതായത് ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണല്ലോ, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ഇതില്ലല്ലോ. അത് അത്യാവശ്യം പോഷകത്തിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ ഈ സാധാരണ മിശ്രിതം നമുക്ക് മരത്തിൻ്റെ ഇലകളിൽ നിന്നുള്ള പൊടി അല്ലെങ്കിൽ തെങ്ങിൻ്റെ അതായിക്കോട്ടെ, തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ അല്ലെങ്കിൽ തെങ്ങും പട്ട ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്കിത് കറക്റ്റായിട്ട് നമുക്കിത് പൊടിച്ചിട്ട് മെഷീനത്തിൻ്റെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് വളരെ വൃത്തിയായിട്ട് ചാക്കിലാക്കി പാക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളൂ. പിന്നെ പാക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാക്കിംഗ് എപ്പോഴും ആകർഷകമായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീട്ടിൽ നിന്നുള്ള പാല് നമ്മൾ പാക്കറ്റിലാക്കി പോളിത്തീൻ പാക്കറ്റിലാക്കി കൊടുത്താൽ ആരും വാങ്ങിക്കാൻ മെനക്കെടില്ല. പക്ഷേ അതേ തന്നെ മിൽമയുടെ പാക്കറ്റ് നോക്കിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പാല് നമുക്ക് വീട്ടിൽ കിട്ടുന്നതിൻ്റെ പാക്കറ്റ് നോക്കി അതിൽ ആ കമ്പനിയുടെ പേര് എഴുതിയിട്ട് പിന്നെ കുറച്ച് എന്തെങ്കിലും ചെറിയൊരു വിവരങ്ങൾ എഴുതുക. അതായത് ഒരു പ്രിൻ്റഡ് പോളിത്തീൻ ഷീറ്റ് പാക്ക് ചെയ്തിട്ടാണ് അതിൽ നമ്മൾ പാല് കിട്ടുന്നത്. അതേപോലെ തന്നെ ബാക്കി ഒരുപാട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് പാക്കിങ്ങിൽ. ആ പാക്കിങ്ങിൻ്റെ ശ്രദ്ധിച്ചാൽ അറിയാം, പാക്കിംഗ് ഇൻഡസ്ട്രി അതും വേറൊരു വ്യവസായമാണ്. ഓക്കെ, അതായത് ഇതുപോലത്തെ ഷീറ്റുകൾ പ്രിൻ്റ് ചെയ്ത് തരുന്ന സ്ഥാപനങ്ങളുണ്ട്. അതും തുടങ്ങാവുന്നതേ ഉള്ളൂ. കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ കുറവാണ് ഈ പ്രിൻറ്റിങ് ടെക്നോളജി അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള പ്രിൻറ്റിങ്ങിനുള്ള സൗകര്യങ്ങൾ. പാക്കേജിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന അട്ടപ്പെട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അട്ടപ്പെട്ടി ഉണ്ടാക്കുന്ന വേറെ ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിൻറ്റിങ് ഉണ്ടല്ലോ, ഇത് നല്ലൊരു ഇതാണ്. ഇതിൽ തന്നെ കറക്റ്റായിട്ട് ഇത്തിരി ഒരു അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പഠിച്ചല്ലെങ്കിൽ ഇത്തിരി അത്യാവശ്യം ഇതിനെക്കുറിച്ച് ഈ ഫീൽഡിലുള്ളവരെ കുറിച്ച് എഴുതിയിട്ട് കുറച്ച് വിവരങ്ങൾ എഴുതി ഇതിൽ ചേർക്കുക. അപ്പോഴുണ്ടായാലും ഒരു പ്രൊഫഷണൽ ലുക്ക് വരും. കൂടുതൽ മുതൽ മുടക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കാൻ പോലെ നല്ല രസമാണ്, ഇതിനുള്ള മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ മുദ്ര ലോൺ വരെ 10 ലക്ഷം വരെ, അതായത് ഒരു സെക്യൂരിറ്റിയും കൊടുക്കാതെ ചെറുപ്പക്കാർക്ക് തൊഴിൽരഹിതരായിട്ടുള്ള യുവാക്കൾക്ക് 10 ലക്ഷം വരെ സെക്യൂരിറ്റി ഒന്നുമില്ല. സെക്യൂരിറ്റി ഇല്ലെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ലോണുകളൊക്കെ ഉണ്ടാവും സാധാരണ ഏതെങ്കിലും നമ്മളെന്തെങ്കിലും പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജാമ്യം അവരൊരു മോർഗേജ് അല്ലെങ്കിൽ ഒരു ലോൺ അത് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തല്ലേ, വീടിൻ്റെ ആധാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു വെച്ച് അതിൻ്റെ ഗോൾഡോ അതൊക്കെ വെച്ചാൽ സാധാരണ രീതിയിൽ ലോൺ കിട്ടാറുള്ളൂ. പക്ഷേ ഈ മുദ്ര ലോൺ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. അത് എല്ലാ ബാങ്കുകാർക്കും നിർദ്ദേശമുണ്ട് അത് അനുയോജ്യമായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അതിന് കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം വരെയുള്ള ഈ മുദ്ര ലോൺ കിട്ടും. 10 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ധാരാളമാണ് ഇതുപോലത്തെ ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ലെങ്കിൽ ഇതുപോലത്തെ പ്രിൻറ്റിങ് ടെക്നോളജി തുടങ്ങുക, അല്ലെങ്കിൽ ഇങ്ങനെ മുൾച്ചിങ് തുടങ്ങി രണ്ടും തുടങ്ങാം. പിന്നെ അതിനൊപ്പം തന്നെ ഇതുപോലത്തെ പൂച്ചെട്ടുകൾ വിൽക്കുന്ന കടകളായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് 3 തരത്തിലുള്ള വ്യവസായം 4 തരത്തിലുള്ള വ്യവസായമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഒന്ന്, ഇത് പാക്കേജിങ് ഇൻഡസ്ട്രി. ഓക്കെ, ഇത് അതായത് ഒരു വസ്തുവിനെ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ എങ്ങനെ വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ട് കടകളിൽ എത്തിക്കാൻ പറ്റുന്നുള്ളൂ. വെളിച്ചെണ്ണ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തേങ്ങ ചിരവിയതായിക്കോട്ടെ, അല്ലെങ്കിൽ കൊപ്ര പൊടിയായിക്കോട്ടെ, എന്തുതന്നെ ആയിക്കോട്ടെ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അതിന് വൃത്തിയായി ആകർഷകമായിട്ടുള്ള പാക്കിങ്ങിൽ കടകളിൽ എത്തിച്ചാൽ അതിൽ ഇതിൽ ഒന്നാമത്തെ ഇതാണ് പാക്കേജിങ് ഇൻഡസ്ട്രി. രണ്ടാമത്തേത് മുൾച്ചിങ്. ഓക്കെ, ഈ മുൾച്ചിങ് പിന്നെ രണ്ടാമത്തേതാണ് ഈ കണ്ടെയ്നർ. അതായത് ഈ പാക്കേജിങ് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന ആൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, ഈ ചട്ടികൾ. അത് റെഡിമെയ്ഡ് ഉണ്ട്. തൽക്കാലം ഓരോരോ ഇതായിട്ട് ഇത് 4 തരത്തിലുള്ള ബിസിനസ്സാണ് ഞാൻ ഓപ്പർച്യൂണിറ്റി പറഞ്ഞത്. ഒന്നാമത് പാക്കേജിങ്, ഇത് രണ്ടാമത്തെ ഇതുപോലത്തെ പൂച്ചട്ടികൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൽ കളിമണ്ണിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കളിമണ്ണാകുമ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണ്, പക്ഷേ നല്ല സാധനമാണ്. പിന്നെ വേറെ സാധനമാണ് ഈ ഇതില്ലേ നമ്മുടെ ഭരണിയുടെ
ഇത് നല്ലൊരു സാധനമാണ് ചെടികൾക്ക്. കാരണം കുറച്ച് നല്ല നല്ല വൃത്തിയായിട്ടുള്ള ഫിനിഷിംഗ് ആണ്. ഇതിൽ രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഈ താഴെയുള്ള ട്രേയും പിന്നെ ഇതിൻ്റെ ഈ പോട്ടില്ലേ, ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ്. വളരെ ആകർഷമായത്. വീട്ടിനകത്ത് തന്നെ നമുക്ക് മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. മെയിൻ്റനൻസ് ആവശ്യമില്ലെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ആകർഷമായിട്ടുള്ള ചെടികളായിട്ട് വരും. ഓക്കെ, പല തരത്തിലുള്ള പൂച്ചട്ടികൾ അവൈലബിളാണ്. ഇപ്പോൾ രണ്ടാമത്തേത് ഈ പാക്കേജിങ് ഇൻഡസ്ട്രീസ് ഈ പറഞ്ഞ് ഇതുപോലത്തെ പൂച്ചട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള പൂച്ചട്ടികൾ ഉണ്ടാക്കുന്നു. മൂന്നാമത്താണ് ഈ മുൾച്ചിങ് എന്ന് പറയുന്നത്. ഇതിനുള്ള വേണ്ടിയുള്ള ഈ ചെടിച്ചട്ടികൾക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണിൻ്റെ മിശ്രിതം ഉണ്ടാക്കുന്ന വ്യവസായം. പിന്നെ നാലാമത്തെ ചെടികൾ, നഴ്സറി തുടങ്ങുക. ഈ 4 തരത്തിലുള്ള ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റികളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ സാധാരണ ഇത് എങ്ങനെയാണ് നിറയ്ക്കുക വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഈ ചെടികൾ ഇങ്ങനെ ഇത് നിറച്ചാൽ മതി. മുൾച്ചിങ് സംഭവം നിറച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഏത് തരത്തിലുള്ള ചെടിയാണ് വെക്കേണ്ടത് അത് സുഖമായിട്ട് നമുക്കിത് വെക്കാം. അതിലൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വെക്കുക. ഈ മണ്ണ് നിറയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഹോളൊക്കെ സൈഡിലായതുകൊണ്ട് ഇതിലോട്ട് നടുക്ക് വെക്കുക. ഞാൻ ഇവിടെ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ പ്രത്യേകം പറഞ്ഞിട്ട് ഇത് ഈ മിശ്രിതം ഉപയോഗിക്കുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കൂടുതൽ പരിചയമുള്ള നാടല്ലല്ലോ. പല നാട്ടിൽ നിന്ന് പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതെല്ലാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് അത് സൂട്ടായില്ലെങ്കിലോ എന്ന് കരുതിയുകൊണ്ടാണ് ഞാനിവിടെ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും പറയുന്നുണ്ട്, കാരണം മെഡിക്കൽ എക്സ്പെൻസസ് കൂടുതലായതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഈ തിരി ഉണ്ടല്ലോ, മുകളിൽ വരെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഇതുവരെ മണ്ണ് നിറയ്ക്കുന്നതിന് വരെ ഈ മിശ്രിതം നിറയ്ക്കുന്നു. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ. ചെടികളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൽ നടാൻ പറ്റും. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ, ഇതിൽ വെറുതെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൽ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൽ മുകളിൽ നിന്ന് ഒഴിച്ച് കൊടുത്താലും മതി, എങ്ങനെയാലും കുഴപ്പമില്ല. നമുക്ക് താഴെ വെള്ളം നിന്നാൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ തരി അതായത് ഒരു മെഴുകുതിരിക്ക് എനർജി കത്താൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജം കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു മണ്ണെണ്ണ വിളക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റാന്തലായിക്കോട്ടെ, അതിനെല്ലാം മറ്റേ ആ തിരി കൂടെ അല്ലേ എത്ര ഹൈറ്റിൽ വരെയും പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. ഏതായാലും നല്ലൊരു ബുദ്ധിമാനാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ഈ മിശ്രിതം ഇതുവരെ 3/4 ഭാഗം വരെ നിറയ്ക്കാനാണ് പറഞ്ഞത്. അത് നിറച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ചെടികൾ ഇതിൽ നട്ടു വയ്ക്കുക, വളർത്താം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വരുന്നുള്ള യാതൊരു സംശയമില്ല. കാരണം ഞാനിത് വാങ്ങിച്ചതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് 2-3 ആഴ്ച കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിൽ എത്തിക്കുന്നത്. ഈ ചെടികൾക്ക് ഉണ്ടല്ലോ നല്ല രീതിയിൽ വളരുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ വീട്ടിലെത്തി പരിചരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുതിയ ബ്രാഞ്ചുകൾ വരുന്ന സമയത്തുണ്ടല്ലോ, ഈ ചെടികളുടെ പുതിയ ബ്രാഞ്ച് നോക്കി ഇല നല്ല വളരെ ഭംഗിയായിട്ട് വളരെ കോമ്പറ്റീഷനോടുകൂടി ഈ മണി പ്ലാന്റിൻ്റെ ചെടി വളരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുണ്ടല്ലോ ഈ പാം ട്രീ അതും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അത് കണ്ടതിൻ്റെ മോട്ടിവേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇത്രയും വലിയ ഇതുണ്ടല്ലോ പാമ്പുണ്ടല്ലോ, ഇത് നല്ല രസകരമായിട്ടുള്ള ഇത് തന്നെയാണ്. ഇതിനിപ്പോൾ ഞാൻ എല്ലാം നട്ടു വളർത്താൻ നമ്മുടെ മുല്ലയും നമ്മൾ മുല്ലച്ചെടി ഉണ്ടല്ലോ, നോക്കി അത്ര അവർ വളരെ നോക്കി തന്നിരിക്കുന്ന ഇതിലും മുല്ലച്ചെടി. ഓക്കെ, ഇനി ഇതിനൊക്കെ ഞാൻ വേർതിരിച്ച് വേറെ പല ചട്ടികളിലാക്കിയിട്ട് ഞാൻ എന്തായാലും നല്ല ഇൻഡോർ പ്ലാന്റ്സ് വളർത്താൻ വിചാരിച്ചിരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.